എന്നാൽ മിസ്കിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ മിസ്കിൻ? മിസ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ആൾക്ക് ജോലി ഉണ്ടാവും, നല്ല അടിപൊളി വീടുണ്ടാവും, നല്ല വാഹനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ പട്ടിണിക്കാരൻ, പകൽ മാന്യന, അങ്ങനത്തെ സമൂഹമുണ്ട്. നമുക്ക് ആലോചിച്ചറിയാം. നല്ല ജീവിതമൊക്കെ ഉഷാറേക്കാരം, പക്ഷേ ഒന്നും ഉണ്ടാവില്ല. അത്തരം ആളുകളെ കണ്ടെത്തണം. കുറച്ച് പ്രയാസ സംഭവമാണ്. അതാണ് മിസ്കീനെ ഞങ്ങൾ നോക്കണേ, മിസ്കീനെ സഹായിക്കണേ, മിസ്കീനെ നോക്കണേ. അവരങ്ങനെയാണ് നല്ല അലക്കി തെച്ച വെള്ള ഡ്രസ്സും ഇതൊക്കെ ഇട്ടാൽ നിൽക്കുക, പട്ടം പോലൊക്കെ വരും. ചിലപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടായി വരും. പക്ഷേ ആൾക്ക് കുറച്ച് വരുമാനം നമ്മൾ പരിശീലിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എന്തൊക്കെ വരുമാനമുണ്ട്, സ്വത്തുണ്ടോ. സ്വത്തൊന്നുമില്ല, പാർക്കണ പെരും കൂടുതലുള്ളൂ, ഒന്നുമില്ല. പിന്നെ ഒരു മോനുണ്ടോ, ഒരു വലിയ മോനുണ്ട്, കുറച്ചൊക്കെ വരുമാനമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് അവനെ ഓവറായിട്ട് കാണേണ്ട അവസരം. അവരൊരാൾ സഹായിക്കാറുണ്ടല്ലോ മിസ്കിൻ, അതൊന്നും ഇല്ലാത്ത മിസ്കിനാണോ. ചെറിയ കുട്ടികളെ കാരണം ചിലപ്പോൾ ഗൾഫിൽ കുറച്ച് കാലം നിന്ന് വന്നതേ കാരണം എങ്ങനെയൊക്കെ തട്ടി കുട്ടികളുടെ വീഴ്ത്തിട്ടുണ്ടാവും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല, 3-4 കുട്ടികളുണ്ടാവും. വളരെ ബുദ്ധിമുട്ടേ കാരണം. പക്ഷേ അവിടെ ചോദിക്കാൻ വേണ്ടി കാരണം മിസ്കിൻ അങ്ങനെയാണ് ചോദിക്കില്ല. പിന്നെ വിഭാഗമുണ്ട് ഫക്കീർ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചോദിച്ചു, അവനെ പഠിച്ചവൻ അങ്ങനെ ആക്കിയത് ചോദിച്ചു വാങ്ങുവാൻ, വല്ലതും തരണേ, വല്ലതും തരണേ. അങ്ങനെ 3 വിഭാഗം ജനങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം, അവൻ്റെ റിസ്ക് അങ്ങനെയാണ്, അവൻ ചോദിച്ചു വാങ്ങും ഫക്കീർ. യത്തീമ് ജനങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കും, ആ വാപ്പനത്തെ കുട്ടിയാണ്, എന്നിട്ട് അവർക്ക് യത്തീമെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കും. പക്ഷേ മിസ്കീൻ ഇത് കണ്ടു വയ്യ, അപ്പോൾ മാന അവന് പൈസ കൊടുത്തപ്പോൾ വാങ്ങില്ലാതൊക്കെ വരും. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. കാഴ്ചക്ക് ഉഷാറേക്കാരും. അപ്പോൾ നിസ്കാരമൊക്കെ തങ്ങൾക്ക് ഉഷാറാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അതും വേണം നോക്കുക. ചിലപ്പോൾ വീട്ടിൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടാവും. ഇപ്പോൾ പറയാം, ഓൻ്റെ ഓട്ടോറിക്ഷ ഉണ്ട്. ഇപ്പം എന്താകാനാ, 3 കുട്ടികൾ നാട്ടിൽ പഠിക്കാണ്ടാവും. കയ്യില ഫീസൊക്കെ നമുക്കറിയാം. കുടുംബം പോയി കയ്യില, ഒരു കുട്ടിക്ക് അസുഖമായ കയ്യിലേ. അപ്പോൾ ഒരു ഓട്ടോണ്ടൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതൊക്കെ മിസ്കീനാണ്. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ സംഘടിച്ചുകൊണ്ട് അവർക്ക് വല്ല കിറ്റോ സഹായങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രതിഫലന സംഭവം. അതാണ്. അല്ലാതെ പള്ളിക്കലുണ്ട് ഇങ്ങനെ ദിക്റൊക്കെ ചെല്ലലാണ്. ഖുർആൻ എടുത്ത് ഇപ്പോൾ ചോദിക്കട്ടോ, ഖുർആൻ പാട്ടില്ല, നിങ്ങൾ ദിക്ർ ചെല്ലണേ എന്ന് പാട്ടില്ല. സ്വലാത്തല്ലേ പാട്ടുണ്ട്, ഒരായത്തുണ്ട്. സ്വലാത്തല്ലാണ്ട് പാട്ടുണ്ട്. എൻ്റെ അല്ലാഹു മലൈക റസൂലുൻ നബി യാ ആയത്തുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അതുണ്ട്, സ്വലാത്തെല്ലാം പാട്ടുണ്ട്. അതേസമയം ദിക്റല്ലേ പറഞ്ഞിട്ട് വളരെ ചുരുക്കമുള്ളൂ. എന്നാൽ മിസ്കീനെ നോക്കണേ, പാവങ്ങളെ സഹായിക്കണേ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണേ എന്ന് ഒരുപാട് പാട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷ കൂട്ടിയ കുടുംബം പോഷണമൊക്കെ ശരിക്കും മിസ്കീനാണ്. പിന്നെ ചിലതുണ്ട്, മക്കളൊക്കെ ഉണ്ടാവും, മക്കളൊക്കെ പിന്നെ പോയി ഗൾഫിൽ പോയി, അവരൊക്കെ താമസം മാറിപ്പോയി. ചിലപ്പോൾ എന്നാലും കാണാം, വാപ്പ എന്നാലും കാണാം വണ്ടി ഓട്ടുന്നു, കൂലിപ്പണിക്ക് പോകും. അപ്പോൾ അതൊക്കെ ആ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലേ വാപ്പ എന്താ പറഞ്ഞു നോക്കുക, ഇതൊക്കെ ഉണ്ട്. വാപ്പാരിമാരെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഇല്ല. അറിയില്ലേ എന്തുകൊണ്ടാണ്? നമ്മളെ മതം മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഇല്ല. പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, ഞാൻ പറഞ്ഞ ആളുകളുണ്ട്, വാപ്പാക്ക് ഇപ്പോഴും ഇങ്ങനെ നടക്കണം. ഒരു വാപ്പാരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വാപ്പാരെ ഇമ്മാരെ നോക്കണ്ട, ഇമ്മക്ക് വാപ്പ ഉണ്ടാവിട്ട് വേണം. പക്ഷെ വാപ്പൻ്റെയാണ് കാണേണ്ടത്. വാപ്പ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എങ്ങനെ, വാപ്പയാണ് ആകെ തണൽ, മകൻ ഗൾഫിലേക്കാരം. ഉമ്മാക്ക് ഉമ്മാൻ്റെ വിഷയങ്ങൾ പറയാൻ വാപ്പയോട് പറയാം, വാപ്പ അവരോട് പറയും. അതാണ് വാപ്പയുടെ പ്രത്യേകത. വാപ്പരെ നമ്മളെ പൂറ്റി വളർത്തിണ്ടാക്കി 10-20 വയസ്സുകൾ നോക്കി ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു 10-50 വയസ്സ് കഴിഞ്ഞാൽ ഈ വാപ്പൻ്റെ കയ്യിൽ പിന്നെ പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ കച്ചവടം കാരണമില്ലാത്ത ആളെ കാരണം, ഒരു പണിയും കാരണമില്ലാത്ത അങ്ങനെയൊക്കെ കാരണം മകൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് വേണ്ടൊരു അവസ്ഥ ഉണ്ടാവും. വീട്ടിലാണെങ്കിൽ അതിന് മാത്രമല്ല, ഒരു തേങ്ങ ഇടാനോ അടക്ക വർഷമോ ഒന്നുമില്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ചായ എടുക്കാനുള്ള പൈസ കൊടുക്കണം. ഈ ചിലപ്പോൾ സർക്കാരിൻ്റെ ഈ കിട്ടുന്ന ഈ പെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ.